തിരുവനന്തപുരം മണ്ണന്തലയിൽ 6 വർഷം മുൻപ് സ്ഥാപിച്ച ശുദ്ധജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉപയോഗശൂന്യമായി കാട് കയറി നശിക്കുകയാണ്. കുടുംബശ്രീ മിഷൻ പദ്ധതിയിൽ സ്ഥാപിച്ച കുടിവെള്ള പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറിയിട്ടുണ്ട്. അനാസ്ഥയുടെ ദുരന്ത സ്മാരകമായി മണ്ണന്തലയിലെ ഈ ജലസംഭരണ സംവിധാനം മാറിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. കുടുംബശ്രീ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് മണ്ണന്തലയിൽ 2020 സ്ഥാപിച്ച ശുദ്ധജല ട്രീറ്റ്മെന്റ് പ്ലാന്റാണിത്. അത്യാധുനിക ജനറേറ്ററും ജലസംഭരണികളും പ്യൂരിഫയർ സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ ആരും തിരിഞ്ഞു നോക്കാതെ ഒന്നൊന്നായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം. പദ്ധതി 6 വർഷമായിട്ടും കമ്മീഷൻ ചെയ്തിട്ടില്ല. അതിന് കാരണമുണ്ട്. കുളത്തിലെ വെള്ളം ശുദ്ധീകരിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് ജലപരിശോധനയിൽ കണ്ടെത്തി. മറ്റ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള കാര്യമായ പരിശോധനയും നടന്നില്ല. കോർപ്പറേഷൻ അധികൃതരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഒരാൾ പൊക്കത്തിൽ കാട്ടുപൊന്തകളാണ് ചുറ്റും. അത്യാധുനിക ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇപ്പോൾ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു. നേരമിരുട്ടിയാൽ സാമൂഹ്യ വിരുദ്ധരുടെ വിഹര കേന്ദ്രമാണ്. ട്രീറ്റ്മെൻറ്റ് പ്ലാനിലെ ഓഫീസിലുള്ള എയർ കണ്ടീഷൻ ഉപകരണങ്ങൾ ഉൾപ്പെടെ മോഷ്ടാക്കൾ അഴിച്ചുകൊണ്ടുപോയിരിക്കുന്നു. പദ്ധതി പൂർത്തിയാക്കിയിട്ടും കമ്മീഷൻ ചെയ്യാനാവാത്തത് രാഷ്ട്രീയ വടംവലിയെ തുടർന്നെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അത് തുടങ്ങാത്തതെന്ന് വെച്ചാൽ ആദ്യത്തെ അനിൽ കൗൺസിലായിരിക്കുമ്പോൾ തുടങ്ങി വെച്ചതാണ്. പിന്നീട് അനിൽ കൗൺസിൽ മാറി അടുത്ത കോൺഗ്രസിൻ്റെ വനജ രാജേന്ദ്ര ബാബു വന്നു. അങ്ങനെ അവർ തങ്ങളിലുള്ളവർ ഈ വിഷയങ്ങൾ കൊണ്ടുകൊണ്ട് അത് പൂർത്തിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നാട്ടുകാർക്കെന്ന് പറഞ്ഞാൽ അടുത്ത പുതിയ കൗൺസിൽ അത് കോർപ്പറേഷൻ കൗൺസിലിൽ വെച്ച് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനുള്ള സംവിധാനം ചെയ്യണം, എങ്കിലേ പറ്റുള്ളൂ. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇവിടെ തന്നെ പ്രവർത്തനയോഗ്യമാക്കുകയോ മാറ്റി സ്ഥാപിക്കുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പദ്ധതി വന്നാൽ നിരവധി വനിതകൾക്ക് തൊഴിൽ ഉറപ്പുവരുത്താനാവും. കുടുംബശ്രീ മിഷനോ കോർപ്പറേഷനോ കാര്യക്ഷമമായി ഇടപെട്ടാൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നിരിക്കെയാണ് അലംഭാവം തുടരുന്നത്. സാധാരണക്കാരൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് ഭരണാധികാരികൾ ഇവിടെ പാമ്പ് വളർത്തൽ കേന്ദ്രം നടത്തുകയാണ്. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.